ഞങ്ങളുടെ സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാമിന് പ്രെയർ ഡാൻസിൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് കിട്ടിയത്. അതായത് മെയിൻ ഡ്യൂട്ടി മുരുകൻ സാറിനെ ജസ്റ്റ് അസിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ 1:15 സ്കൂളിലെത്തി. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ മേക്കപ്പിന് വേണ്ടി പോയി. ഇതൊക്കെ അവരുടെ അക്സസറീസാണ്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പുൽക്കൂടും ട്രീയും ഒക്കെ കണ്ടത്. പുൽക്കൂട് ആ ഒരു സെറ്റപ്പ് നല്ല രസമുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്രിസ്മസ് ട്രീ അത്ര എനിക്കങ്ങോട്ട്, അതായത് അത്ര ഭംഗിയായിട്ട് എന്തോ എനിക്ക് അത്ര ഇത് തോന്നിയില്ല. മറ്റേ ആ ടൈപ്പ് നമ്മുടെ നോർമൽ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അതല്ലേ കാണാൻ കുറച്ചുകൂടെ ഭംഗി. ഇത് ഭംഗിയില്ല എന്നല്ല, പക്ഷെ എന്നാലും ഒരു ഇത്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ റൂമിൽ വന്നപ്പോഴേക്കും കുട്ടികൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പം മേക്കപ്പും അതുപോലെ ഹെയർ സ്റ്റൈൽ അതൊക്കെ ചെയ്യാൻ വേറെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവർക്ക് അക്സസറീസ് ഇട്ട് കൊടുക്കുക, അവരുടെ ജ്വല്ലറി സെറ്റൊക്കെ ഞാൻ കാണിച്ചല്ലോ, അത് പിന്നെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. ഇതെല്ലാം സാറ് തന്നെയാണ് കേട്ടോ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇവരെല്ലാം ക്ലാസിക്കൽ ഡാൻസേഴ്സാണ്. സൂപ്പർ കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ ഇവരുടെ ആ കോമ്പിനേഷൻ, വൈറ്റും ഡാർക്ക് പീച്ചും. അടിപൊളി ഡ്രസ്സായിരുന്നു. ആ സ്റ്റേജിലൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ ഇവരെ വീണ്ടും ഫൈനൽ ടച്ചപ്പിന് വേണ്ടി മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി. ആ മേക്കപ്പ് റൂമിൻ്റെ അടുത്ത് ഡ്യൂട്ടിയുള്ള ടീച്ചേഴ്സാണ്. അപ്പം പറഞ്ഞില്ലേ, എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്, ആർക്കും ഡ്യൂട്ടി കിട്ടാനായിട്ടില്ല. ഒന്നുകിൽ ഡിസിപ്ലിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ. ഇത് സ്കിറ്റിനുള്ളൊരു കുട്ടിയാണേ. അപ്പം ഞാൻ അവനോടൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പം അവൻ്റെ റോള് തന്നെ ആക്ട് ചെയ്ത് കാണിച്ചു. അവൻ്റെ രോഗിയായിട്ടായിരുന്നു. പിന്നെ ഞാൻ കുട്ടികളെ നേരെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇത്. ബിനു സാറ് നമ്മുടെ സ്കൂളിലെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ സാറിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ കുറേ നാളുകൊണ്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇന്നത് കൃത്യമായിട്ട് എനിക്ക് കിട്ടി സാറിനെ. ഇത് ബാക്ക് സ്റ്റേജിൽ KGയിലെ കുഞ്ഞുങ്ങളൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ, ജൂനിയർ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്ലേ തൊട്ട് 2nd സ്റ്റാൻഡേർഡ് വരെ. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചിലരൊക്കെ വലിയ ടയേർഡായിട്ടിരിക്കുന്നു കേട്ടോ, പക്ഷേ ചിലരൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല സ്മാർട്ടായിട്ടിരിപ്പുണ്ട്. കുട്ടികളാണെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് ചിലങ്ക കിട്ടുക. അപ്പോൾ ചിലരൊക്കെ ചെറിയ രീതിയിൽ ചെറുതായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്റ്റേജിന് പുറകിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ നമ്മുടെ ആ ഒരു ടൈമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക. ജീസസിൻ്റെ ജനനവും ജീവിതവും അടിസ്ഥാനമാക്കിയുള്ളൊരു സ്കിറ്റാണ് കുട്ടികളവിടെ പ്രസൻറ്റ് ചെയ്തത്. ജീസസ് അതേ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോഴും സൈഡിൽ തന്നെ നിങ്ങൾക്ക് ജോസഫിനെയും മേരിയെയും കാണാം. ജോസഫ്, മേരി, എലിസബത്ത്. പിന്നെ സാന്റ ഡാൻസിനുള്ള കുട്ടികൾ. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുട്ടികളെയും കൊണ്ട് ഗ്രീൻ റൂമിൽ വന്നു. അവരൊക്കെ പിന്നെ പേരൻസിൻ്റെ കൂടെ പോയി. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫ്ലോറിൽ ജയലക്ഷ്മി ടീച്ചറിനായിരുന്നു ഡ്യൂട്ടി. ടീച്ചർ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് ഞാനും അവിടെ ഇരുന്നു. ടീച്ചർ കഴിക്കാനായിട്ട് ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചു. ആ സമയത്ത് ഇദ്ദേഹമായിരുന്നു എൻ്റെ വീഡിയോഗ്രാഫർ. ഇന്ന് കുറച്ച് സമയം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഓഡിറ്റോറിയത്തിനടുത്തേക്ക് പോയി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ സ്റ്റാഫ് റൂമിൽ വന്ന് രജിസ്റ്ററിൽ സൈൻ ചെയ്തു. ഇനിയിപ്പോൾ നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പോയി പഞ്ച് ചെയ്യണം. ഇതാണ് പ്രിൻസിപ്പലിൻ്റെ റൂം.
പഞ്ച് ചെയ്തിട്ട് താഴെ വന്നിട്ട് ബാഗൊക്കെ എടുത്ത് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ടീച്ചേഴ്സൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവരോടൊക്കെ ഒരു ബൈ പറഞ്ഞ് ഇറങ്ങി.